പരിസ്ഥിതി ദിനം കൂടി ആചരിച്ചു. 10 മരം നട്ട്, കുറെ പ്ലാസ്റ്റിക് പെറുക്കി, പ്രസംഗിച്ച്, കവിത ചൊല്ലി ആഗോളതാപനത്തിന് സ്ഥിരം ഉത്തരവാദികളെ സ്മരിച്ച് ഉപചാരം ചൊല്ലി പിരിയുന്ന ദിവസമായി അത് മാറി. പക്ഷെ മാറി ചിന്തിക്കാൻ സമയമായി. ഭൂമി വാസയോഗ്യമല്ലാതാകുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷെ ഇരട്ടത്താപ്പുകൾ കൊണ്ട് നമുക്കത് പരിഹരിക്കാനാവില്ല. ഉദാഹരണത്തിന് കയ്യേറ്റക്കാർ നശിപ്പിച്ചെന്ന് പറഞ്ഞ് മലകളിലേക്ക് നോക്കി ചീത്ത വിളിക്കുകയും അതേ മലകളിലെ കാർഷികോൽപ്പന്നങ്ങളും അവിടുത്തെ അണക്കെട്ടുകളിൽ നിന്നുള്ള വൈദ്യുതിയും കല്ലും മണ്ണും വെള്ളവും ഒക്കെ സുഖജീവിതത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നത് പോലെയുള്ള ഇരട്ടത്താപ്പ്. ലോകത്ത് ഒരിടത്തും അത്തരം ആവാസ വ്യവസ്ഥകളെ പൂർവ്വസ്ഥിതിയിലാക്കാനാവില്ല. അങ്ങനെ തീരുമാനിച്ചാൽ ഏറ്റവും അധികം പരിസ്ഥിതി നാശം വരുത്തിയ ഒരിക്കൽ കാടുകളായിരുന്ന നഗരങ്ങളിലേക്കും ഭരണസിരാ കേന്ദ്രങ്ങളിലേക്കും ആദ്യം ബുൾഡോസർ കയറ്റേണ്ടി വരും. അതൊന്നും നടപ്പില്ലാത്തത് കൊണ്ട് ഒന്നിച്ചു നശിക്കാതിരിക്കാൻ ഒന്നിച്ചു കൈകോർക്കാം. പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. ഒന്നാമത്തെ കാര്യം, സുഖമേറിയതും ആയാസരഹിതവുമായ ജീവിതത്തിന്റെ ഭാഗമാണ് പരിസ്ഥിതി നാശത്തിൽ ഏറെയുമെന്ന് നാം സമ്മതിക്കണം. ഉദാഹരണത്തിന്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടിഞ്ഞു താഴ്ന്ന ദേശീയപാതയിലേക്കും അതിന്റെ വശങ്ങളിൽ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന വിധം അശാസ്ത്രീയമായി വെട്ടിയിറക്കിയ കുന്നുകളിലേക്കും നോക്കൂ. ഒന്നിലധികം വാഹനങ്ങൾക്ക് പല വരികളിലായി ഒരേ സമയം കുതിച്ചു പായാനാണ് അത് നിർമ്മിച്ചത്. പക്ഷേ കുന്നുകൾ വെട്ടിമുറിച്ചു, പാറകൾ പൊട്ടിച്ചു, ചതുപ്പ് നിലങ്ങളും കൃഷിയോഗ്യമായിരുന്ന വയലുകളും നികത്തി, വൃക്ഷങ്ങൾ വെട്ടിനീക്കി, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. ചെയ്യാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. നഗരങ്ങളിലെ കോൺക്രീറ്റ് കാടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഒരിക്കൽ ചതുപ്പ് നിലങ്ങളും കന്യാവനങ്ങളും കണ്ടൽക്കാടുകളും അരുവികളും ഒക്കെ ഉണ്ടായിരുന്നിടത്താണ്. അതിന് പഴയപടിയാക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ആ ജനവാസ കേന്ദ്രങ്ങൾ ഗ്രാമങ്ങളെക്കാളും മലയോരങ്ങളെക്കാളും ആഗോളതാപനം വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മൾ പരിസ്ഥിതി സംഘടനകളുടെ ഭാരവാഹികളാണെങ്കിലും നമുക്ക് ആധുനിക ജീവിതശൈലികളുടെ ഭാഗമായ ഫ്രിഡ്ജും AC-യും കാറും TV-യും പ്ലാസ്റ്റിക് ഫർണിച്ചറുകളും മൊബൈൽ ഫോണുകളും ഒക്കെയുണ്ട്. ഇത് വല്ലതും ഒഴിവാക്കുമോ? അതുമില്ല. പക്ഷേ ഇതൊക്കെ നിർമ്മിക്കുന്ന ഫാക്ടറികൾ ആകാശത്തേക്ക് കാർബണും ഭൂമിയിലേക്കും പുഴകളിലേക്കും മലിനജലവും തള്ളുന്നുണ്ട്. മലഞ്ചെരിവുകളിലെ മനുഷ്യരാണ് കാർഷിക വിളകളും ഫലവൃക്ഷങ്ങളും കൊണ്ട് ഭൂമിയെ ഏറ്റവും ഹരിതാഭമാക്കുന്നത്. ഒപ്പം അവർ ജീവിക്കാനുള്ള നിർമ്മിതികളും നടത്തി. അവരുടെ വീടുകളും പള്ളിക്കൂടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും അവിടേക്കുള്ള വഴികളും പാലങ്ങളും ഒക്കെ മണ്ണിടിച്ചിലിന് കാരണമാകുന്നുണ്ടെന്ന് പരിസ്ഥിതി സംഘടനകൾ പ്രസംഗിക്കുകയും സർക്കാരിനെയും കോടതികളെയും ഒക്കെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ശരിയായിരിക്കാം. പക്ഷെ അതേ സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന പടുകൂറ്റൻ അണക്കെട്ടുകളെക്കുറിച്ചോ വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളെക്കുറിച്ചോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചോ പരാതിയില്ല. അങ്കമാലി ശബരി റെയിൽപാത നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് മരങ്ങൾ വീഴും, പാറകൾ പൊട്ടിക്കണം, കൃഷിയിടങ്ങൾ നികത്തണം, ആനത്താരകൾ മുറിക്കണം. ആകെ പ്രശ്നമാണ്. പക്ഷെ അത് പറ്റില്ലെന്ന് പരിസ്ഥിതിക്കാർ പറയുമോ? മെട്രോമാൻ ശ്രീധരന്റെ സങ്കല്പത്തിലുള്ള സെമി ഹൈസ്പീഡ് റെയിലും പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. പ്രകൃതിയെ തൊടാതെ പറ്റുമോ? ഇരട്ടത്താപ്പുകളെ കുറിച്ച് ഇനിയും പറയാനുണ്ടെങ്കിലും കാര്യം മനസ്സിലാകാൻ ഇത് മതി. പറഞ്ഞു വന്നത്, നാം ഓരോരുത്തരും പരിസ്ഥിതി നാശത്തിന് ഉത്തരവാദികളാണെന്നും അത് നമ്മുടെ സുഖജീവിതത്തിന്റെ ഭാഗമാണെന്നും മാത്രമല്ല, അതിന്റെ ഉത്തരവാദിത്തം നാം മറ്റുള്ളവരിൽ ചുമത്തുകയാണെന്നുമാണ്. ഈ കാപട്യം ചർച്ച ചെയ്യപ്പെടണം. പരിസ്ഥിതി സംരക്ഷണം മറ്റുള്ളവരുടെ ചുമതലയാണെന്ന് തെറ്റിദ്ധരിച്ചവർ മാനസാന്തരപ്പെട്ടാൽ ഭൂമിയുടെയും ആകാശത്തിന്റെയും വീണ്ടെടുപ്പ് ത്വരിതഗതിയിലാകും. അതിന്റെ ഭാഗമായി പ്രകൃതി സംരക്ഷണ മലമ്പ്രദേശങ്ങളിൽ നിന്ന് പരിസ്ഥിതി സംഘടനാ ആസ്ഥാനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും മന്ത്രിമന്ദിരങ്ങളും കോടതികളും ഒക്കെയുള്ള നഗരങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കണം. ഇപ്പോൾ അതല്ല നടക്കുന്നത്. മലയോരത്തെ ജനങ്ങളെ നഷ്ടപരിഹാരം നൽകി മറ്റിടങ്ങളിലേക്ക് സർക്കാർ പുനരധിവസിപ്പിച്ചാൽ അവർക്ക് സമ്മതമായിരിക്കും. പക്ഷേ സുഖജീവിതം വെടിയാൻ നഗരവാസികൾ സമ്മതിക്കുമോ? ഇല്ല. പരിസ്ഥിതി പാളികളിലെ വിള്ളലുകൾ നുണ കൊണ്ടടയ്ക്കാനാവില്ല. നാം കുറച്ചുകൂടി സത്യസന്ധരായില്ലെങ്കിൽ ആഗോളതാപനവും മഞ്ഞുരുകലും പ്രളയവും ചൂടുകടലും ഹരിതഗ്രഹവാതകങ്ങളും ഓസോൺ പാളി കീറലും ഒക്കെ അടുത്ത തലമുറകളും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ആഗോള പരിസ്ഥിതി ഉച്ചകോടികളിൽ നിന്ന് നമുക്ക് പഞ്ചായത്തുകളിലേക്കും നമ്മുടെ വീടുകളിലേക്കും പോകാം. സ്വന്തം കൈകൊണ്ട് ഒരു പ്ലാസ്റ്റിക് പോലും വലിച്ചെറിയില്ലെന്ന് തീരുമാനിക്കാം. വീട്ടിലെ മാലിന്യം പൊതിഞ്ഞു കെട്ടി ആളില്ലാ മൂലയും പുഴയും തപ്പി നടക്കില്ലെന്നും ജലാശയങ്ങളെ മലിനമാക്കില്ലെന്നും ഉറപ്പാക്കാം. വീട്ടിൽ ഒരു മരം വെച്ചുപിടിപ്പിക്കാം. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കില്ലെന്നും മാലിന്യ നിർമ്മാർജ്ജന യത്നങ്ങളോട് സഹകരിക്കുമെന്നും തീരുമാനിക്കാം. കഴിവതും പൊതുഗതാഗതം ഉപയോഗിക്കുമെന്നും ആവശ്യത്തിലേറെ വലിയ വീട് നിർമ്മിക്കില്ലെന്നും പ്രതിജ്ഞ ചെയ്യാം. എല്ലാറ്റിലും ഉപരി പരിസ്ഥിതി നാശത്തിന് താനും കാരണമാണെന്നും അകാരണമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ അവകാശമില്ലെന്നും തിരിച്ചറിഞ്ഞ് പരിസ്ഥിതി സംരക്ഷണത്തിൽ പങ്കാളിയാകാം. ഇതൊക്കെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന അത്ര എളുപ്പമല്ലെങ്കിലും സാധ്യമാണ്.